അദ്ദേഹത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ചെറിയ സമയത്തെ സന്ദേശത്തിന് നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ഈ ചെറിയ സന്ദേശത്തിന്റെ തലക്കെട്ട് കർത്താവിൽ ചെയ്യേണ്ടവ എന്ന് ഒരു 7 കൂട്ടം കാര്യങ്ങളാണ്. അത് ഞാൻ വളരെ വേഗത്തിലും വളരെ ചുരുക്കമായും നിങ്ങളുമായി പങ്കുവയ്ക്കാം. നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കാം. കേൾക്കുന്ന വചനങ്ങളും അപ്പോൾ തന്നെ ദൈവവചനത്തിന് മുമ്പാകെ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വിടുതലുകളും നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതിന്റെ സാക്ഷ്യം നിങ്ങൾക്ക് പറയുവാൻ ഇടയാകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സന്ദേശത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണല്ലോ, കർത്താവിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഇതിലെ 7 കൂട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. പള്ളിപ്രമാണിയായ ക്രിസ്പോസും തന്റെ സകല കുടുംബത്തോടു കൂടെ കർത്താവിൽ വിശ്വസിച്ചു. പള്ളിപ്രമാണിയാണ്. സകല കുടുംബവുമായി താൻ ഈ ദൈവത്തെ, കർത്താവിനെ, യേശുവിനെ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ തന്നെ അവിടെ തിരുഭാഗത്ത് കാണുന്നുണ്ട്, കർത്താവിൽ വിശ്വസിച്ചു, വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. അപ്പൊ വചനം കേൾക്കണം. എന്താണ് വചനം? യേശു വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ കാര്യങ്ങൾ, എന്തിനു വേണ്ടി യേശു മരിച്ചു എന്നും കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഭൂജാതനായത് എന്നും ഒക്കെ പറഞ്ഞ് അവർ യേശു ദൈവമെന്നും ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി തന്റെ ജീവനെ യാഗമാക്കി തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവൻ തന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് അവരെ ദൈവമുമ്പാകെ വിശുദ്ധരാക്കി തീർക്കുവാൻ, അങ്ങനെ മരണത്തിന് ശേഷം നിത്യമായി ദൈവത്തോട് കൂടെ വാഴുന്ന സ്വർഗത്തിൽ ആത്മരക്ഷ പ്രാപിച്ച് സ്വർഗത്തിൽ വാഴുവാനായിട്ട് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള കാര്യമാണ് അവർ കേൾക്കുവാൻ ഇടയാകേണ്ടത്. അങ്ങനെ ഈ യേശുവിനെ വിശ്വസിച്ചു. പാപക്ഷമയ്ക്ക് വേണ്ടി അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, യേശു ദൈവമാണ്. കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാമെന്ന്. ആ തിരുവചന പ്രകാരം യേശുവെ എന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവ ആത്മാവായി അവരിൽ വസിക്കുവാനിടയായിത്തു. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ പല പ്രസംഗങ്ങളിലും എല്ലാ വീഡിയോസിൽ പറയുന്ന കാര്യമാണ് ഈ കാര്യം. അത് നിങ്ങൾ മുന്നേ കുറച്ചുകൂടെ സംശയം ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുവാനിടയാകുകയാണ്. ഈ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ വീണ്ടും ജനിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനിടയാകും. ആത്മാവ് വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വാഴുവാനായിട്ട് ഇടയാകുകയുള്ളൂ. ആ ആത്മാവ് ജീവൻ പ്രാപിച്ചത് കൊണ്ടാണ് നിത്യജീവനെയാണ് അന്ന് പ്രാപിക്കാനിടയായത്. മൂന്നാമത്തേത്, ഈ ദൈവത്തിന്റെ ആത്മാവുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളായി തീരുവാനായിട്ട് ഇടയാകും. അപ്പം ഇങ്ങനെ ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയമായി നാം ഓരോരുത്തരും മാറുവാനിടയായി തീരും. ഇങ്ങനെ യേശുവിനെ കുറിച്ചുള്ള വചനം കേട്ട് വിശ്വസിച്ചവരെന്ത് ചെയ്തു? സ്നാനമേറ്റു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുടുംബമായി സ്നാനമേറ്റു എന്ന് പറയുന്നതായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പള്ളിപ്രമാണി അങ്ങനെ യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി അല്ല, എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമാണ്, കർത്താവിൽ അമ്മയപ്പന്മാരെ എന്ത് ചെയ്യണം? ബഹുമാനിപ്പിൻ. കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിപ്പിൻ. പിന്നെ അത് ന്യായമല്ലോ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്യത്തോടു കൂടിയ ആദ്യ കൽപ്പന. അപ്പോൾ രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കണം. കർത്താവിലാണ്. നമുക്ക് യേശുവിനെ വിശ്വസിച്ചു, ദൈവവചന പ്രകാരം മുന്നോട്ട് പോകുവാനൊക്കെ ആഗ്രഹിച്ചു. എന്നാൽ ഇതിന് വിപരീതമായി ഏതൊരാളാണെങ്കിലും ആ പഴയ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, പലരും നമ്മൾ ജനിച്ചത് നമ്മുടെ ഇഷ്ടത്തിനല്ല, ഓരോ മനുഷ്യരൊക്കെ ഓരോ മതങ്ങൾ ഉണ്ടാക്കി അതിലാണ് അവരൊക്കെ ജനിക്കുവാനിടയാകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാരമ്പര്യമായിട്ട് വിശ്വസിക്കുവാനായിട്ട് ഉണ്ട്. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് കടന്നു വന്നവർ എന്ത് ചെയ്യണം? ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകും. അപ്പം കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കുവാനായിട്ട് ഇടയായി തീരണം. ചിലപ്പോൾ മാതാപിതാക്കൾ പറയും, നീ ഈ പഴയ വിശ്വാസത്തിൽ, ഞങ്ങളൊക്കെ ഉള്ള വിശ്വാസത്തിൽ നിലനിന്നാൽ മതി, അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയല്ല അനുസരിക്കേണ്ടത്, കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കുവാനായിട്ട് ഇടയായി തീരണം എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർ യോഹന്നാൻ അധ്യായം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവന്റെ വചനത്തിൽ നിലനിൽക്കുന്നവർ ആയി തീരണമെന്നാണ്. അപ്പോൾ യേശു വിശ്വസിച്ചാൽ പോരാ, വചനത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇടയായി തീരണം. അപ്പം പലരും ഇന്ന് യേശു വിശ്വസിച്ചു, ആ വിശ്വാസം മതി എന്ന് പറഞ്ഞ് വചനപ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കാതെ പലരും മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകും. അപ്പോ നമ്മൾ നിലനിൽക്കുന്ന ആ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാനിടയാകൂ. ദൈവം ആമെ കൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനിടയാകണം. അവിടെ പാരമ്പര്യമായി നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവവചന പ്രകാരം എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും അമ്മയപ്പന്മാരെ അനുസരിപ്പിൻ എന്ന് നമ്മൾ എല്ലാ രീതികളിലും ഉറപ്പിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കുവാനായിട്ട് ഇടയാകും.
അപ്പോൾ അമ്മയപ്പന്മാരുടെ ആ വിശ്വാസത്തിന്റെ പിന്തുടർച്ചയല്ല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അവരെ അനുസരിക്കുവാനിടയാകണം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്നതിൽ അവർ എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ, അവർ പറ്റില്ല എന്ന് പറയുന്നുവെങ്കിൽ, നമുക്ക് ദൈവത്തെയാണ് നമുക്ക് പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെയാണ് നമുക്ക് അനുസരിക്കുവാനിടയാകേണ്ടത്, ദൈവവചനത്തെയാണ് അനുസരിക്കുവാനിടയാകേണ്ടത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എഫെസ്യ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കുവാനിടയാകണം. അവർ ദൈവവചനത്തിന് വിപരീതമായി നിൽക്കുന്നുവെങ്കിൽ അതനുസരിക്കുവാനല്ല, അവരെ അനുസരിക്കേണ്ടത് എല്ലാ തലത്തിലും അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അത് ദൈവകൽപ്പനയാണ്. എന്നാൽ ദൈവത്തിൽ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ നമുക്ക് കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിരിക്കുന്ന കാര്യം. ഇവിടെ പറയുന്നത് കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കണം. അത് ന്യായമല്ലോ. നിനക്ക് ഭൂമിയിൽ നന്മയുണ്ടാകുവാനും നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും അമ്മയപ്പന്മാരെ ബഹുമാനിപ്പാൻ ഇടയായിത്തീരണം. എഫെസ്യ ലേഖനം 6:1 പറയുന്ന കർത്താവിലെ അമ്മയപ്പന്മാരെ അനുസരിപ്പിക്കും. ഭൂമിയിൽ ദീർഘായുസ് ഉണ്ടാകുവാൻ നന്മയുണ്ടാകുവാൻ ഒക്കെ പറഞ്ഞിരിക്കുന്നതായ ഉപദേശമാണ്, കൽപ്പനയാണ് അതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് വാഗ്ദത്തം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കർത്താവിൽ വിശ്വസിച്ച് സുവിശേഷം അനുസരിച്ച് ജീവിക്കുമ്പോൾ പഴയ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ദൈവജനത്തിന് നിരക്കുന്നതാവില്ല. മിക്കവാറും അത് പാപകരമായി തീരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ 2-ാമത്തെ കൽപ്പനയുണ്ട്, രൂപങ്ങളെ ഉണ്ടാക്കി വണങ്ങരുത്. സ്വർഗത്തിലോ ഭൂമിയിലോ ജലത്തിലോ ഒന്നിന്റെ രൂപത്തെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ വണങ്ങരുത്. എന്നാൽ വിശ്വാസ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് രൂപങ്ങളെ ഉണ്ടാക്കി വണങ്ങുന്നത് അതൊരു ആത്മീയമായിരിക്കുന്ന ശരിയായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് വന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന, ഇത് 2-ാമത്തെ കൽപ്പന നമ്മെ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്ന്, 10 കൽപ്പന തികയ്ക്കാൻ വേണ്ടി 10-ാമത്തെ കൽപ്പന 2 നമ്മെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഈ 2-ാമത്തെ കൽപ്പനയുടെ ലംഘനം നമ്മുടെ ജീവിതത്തിൽ വന്നതും നമ്മൾ അങ്ങനെ ആ തെറ്റ് ചെയ്യുവാനൊക്കെ ഇടയായിത്തീർന്നു. ഇപ്പൊ 2-ാമത്തെ കൽപ്പന രൂപങ്ങൾ ഉണ്ടാക്കി വണങ്ങരുത് എന്നുള്ളതാണ്. ഇപ്പൊ പാരമ്പര്യമായി ചെയ്യുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൽപ്പന ലംഘനമാണ്. അപ്പം ദൈവവചനം അനുസരിക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കുവാനിടയാകണം. മാതാപിതാക്കളിൽ അതിനെ നിർബന്ധിച്ചാല് നമുക്ക് ദൈവജനത്തിന് തെറ്റായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ താൻ ഏറ്റെടുക്കുവാനിടയായി. ഇത് വിശ്വസിച്ച് കർത്താവിനോട് ഏറ്റുപറഞ്ഞ സകല പാപങ്ങളും കർത്താവ് നമ്മോട് ക്ഷമിക്കുവാനിടയാകും. അങ്ങനെയാണ് നമ്മളെ പാപികളെ രക്ഷിക്കുന്നത്, പാപമോചനം നൽകി തരുന്നത്. വേറെ പരിഹാരങ്ങൾ, കർമ്മങ്ങൾ ഒന്നും ഇതിനെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ യേശു കുരിശിൽ മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇനി പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന എന്തെങ്കിലും നാം ചെയ്യുന്നുവെങ്കിൽ സുവിശേഷ സത്യങ്ങളെ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട്, നാം കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയാത്തത് കൊണ്ട്, കുരിശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മുടെ പാപങ്ങളിൽ തന്നെ നാം മരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ഇനി കർമ്മങ്ങളായിരിക്കുന്ന എന്തും നമുക്ക് പാപത്തിന് പരിഹാരം വരുത്തേണ്ട ആവശ്യമില്ല. ചെയ്യുന്നുവെങ്കിൽ അത് ഒരു പുതിയ പാപം നാം ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-ാമത്തേത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് 3 കൂട്ട കാര്യങ്ങളാണ് ഞാൻ ഇത് പറയുവാനിടയായത്. നമ്മള് കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഭാഗത്താണ് നാം ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവചന പ്രകാരമാണ് നാം ജീവിക്കേണ്ടത്. ദൈവവചനത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ മാതാപിതാക്കൾ പറയുന്നുവെങ്കിൽ നമുക്കത് അനുസരിക്കേണ്ടതില്ല എന്ന് ഉള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയാകുന്നത്. കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നന്മ നമ്മുടെ അമ്മയപ്പന്മാരുടെ കരങ്ങളിലാണ്. നമ്മുടെ സൗഖ്യം, ദീർഘായുസൊക്കെ നമ്മുടെ അമ്മയപ്പന്മാരുടെ കയ്യിലാണ്. അവരെ ബഹുമാനിക്കുമ്പോൾ, അവരെ അനുസരിക്കുമ്പോൾ അത് നമുക്ക് പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാണ്. കൽപ്പനയിലെ ആദ്യത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് അമ്മയപ്പന്മാരെ ബഹുമാനിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ അത് നമുക്ക് ഈ കൽപ്പനകൾ കാണുവാനായിട്ട് എഴുതിയതായി കാണുവാനായിട്ട് കഴിയും. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പിൻ. ഏക ചിന്തകളായി, അതായത് ഏക മനസ്സുള്ളവരായി തീരണം. ഒരു കുടുംബത്തിനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിലും ഒരു സഭയെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിലും പല സ്വഭാവത്തിലുള്ള, പല വ്യത്യസ്തരായിരിക്കുന്ന, പല നിലയിലുള്ള ആളുകളാണ്. നമ്മുടെ ഒരു കയ്യിലെ 5 വിരൽ ഒക്കെ പല വ്യത്യാസമുള്ളത് പോലെ തന്നെ നമ്മുടെ ഭവനത്തിലും സഭയിലും ഒക്കെ വ്യത്യസ്തരായിരിക്കുന്ന ആളുകളാണ്. പലരിലും കുറവുകളുണ്ട്. ആരും 100% ശരിയുള്ള ആളുകൾ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. എന്നാൽ ആമേസ്തോത്രം, അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുവാൻ ഇടയായി തീരണം. നമുക്ക് ഏക ചിന്തയുള്ളവരായി, അതായത് ഏക മനസ്സുള്ളവരായി തീരുവാൻ നമുക്ക് ഇടയായി തീരണം. അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കണം. അതായിരിക്കണം
നമ്മുടെ ലക്ഷ്യം ഒരു ഭവനത്തിലാണെങ്കിലും ഒരു സഭയിലാണെങ്കിലും ഏക ചിന്ത, ഒരേ ലക്ഷ്യം, ഒരേ ആഗ്രഹം എന്നുള്ള നില പോലെ ഒരാള് പറയുമ്പോൾ ആ ആളുടെ നല്ല കാര്യമാണ്, ദൈവവചന പ്രകാരം ദൈവാത്മാ നിയോഗമുള്ളതാണെങ്കിൽ അതിന് യെസ് എന്ന് പറയുവാൻ, വിഘടിച്ചു നിൽക്കാതെ, ഭിന്നതയില്ലാതെ, പിണക്കമില്ലാതെ, വാശിയില്ലാതെ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അത് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ട അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. കർത്താവിൽ ഏക ചിന്തയുള്ളവരായി തീരണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹവും. ഇതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുവാനും ഇടയായിത്തീരുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവിൽ വിശ്വസിക്കുവാനിടയാകും. യേശു ദൈവമാണെന്നും പാപത്തെ മോചനം കർത്താവിനുണ്ട് എന്നും അങ്ങനെ കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായി വായിക്കൊണ്ട് യേശുവിന്റെ ഹൃദയത്തിൽ വരണമെന്നും പറഞ്ഞ് കർത്താവിന്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാനിടയാണ്. അതാണ് കർത്താവിൽ വിശ്വസിക്കുന്നവർ ചെയ്യുന്നതായ കാര്യം. അവരുടെ ജീവിതത്തിൽ നിത്യജീവനെ പ്രാപിക്കും, ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചു, വീണ്ടും ജനനം പ്രാപിച്ചു, അവർ ദൈവത്തിന്റെ മക്കളായി തീരുവാനൊക്കെ ഇടയായി. രണ്ടാമത്തേതായ കാര്യം കർത്താവിൽ എന്ത് ചെയ്യണം? അമ്മയപ്പന്മാരെ അനുസരിക്കുവാനായിട്ട് ഇടയാകും. പാരമ്പര്യമല്ല, ദൈവജന പ്രകാരം ജീവിക്കുവാൻ. അതിൽ പരമപ്രധാനമായിരിക്കുന്ന കാര്യമാണ് കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കണം. മൂന്നാമത്തെ കാര്യമാണ് കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കണം. അത് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അടുത്ത കാര്യം പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പ് ലേഖനം തന്നെ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അപ്പം സന്തോഷിക്കുവാൻ ഇടയാകണമെങ്കിൽ ഒരു ഭവനത്തിലാണെങ്കിലും ഒരു സഭയിലാണെങ്കിലും ഒരു ഏക ചിന്തയുള്ളവരായി തീരണം, ഒരേ മനസ്സുള്ളവരായി തീരണം. ഏക മനസ്സുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ സ്വത്രം ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ഇടയാകും. അപ്പൊ ആ സന്തോഷം ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ഏക ചിന്തയുള്ളവരായിട്ട് വന്നാൽ സന്തോഷിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് ഈ ലോകപ്രകാരമുള്ള സന്തോഷമല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ലോകത്തിന് സന്തോഷം തരുവാനായിട്ട് കഴിയും. ജഡിക സുഖങ്ങൾ നമുക്ക് സന്തോഷം താൽക്കാലികമായിട്ടൊക്കെ ഈ ലോകവും ഈ ജഡവും ജഡികമായ നിലകളിലൊക്കെ നമുക്ക് നൽകി തരും. എന്നാൽ അത് ശാശ്വതമല്ല. അതൊക്കെയും അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, ആത്മീയ ജീവിതത്തിന് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനിടയാകണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തിയ വിധങ്ങൾ, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചത് അത് വിലയേറിയതായിട്ട് എണ്ണിക്കൊണ്ട് നന്ദിയുള്ളവരായി തീർന്നാൽ, അത് വിലയേറിയതായി എണ്ണിയാൽ അത് നമുക്ക് സന്തോഷം വരുത്തുവാനായിട്ട് ഇടയാകും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ, ഏതൊക്കെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ? ദൈവം ഭാഗ്യം നാം വിശുദ്ധരായി തീർന്നു, ദൈവത്തിന്റെ ആലയമായി നാം മാറുവാനിടയായി, എന്റെ ആത്മാവിനെ രക്ഷ വരുവാൻ ഇടയായി തീർന്നു, ഞാൻ എന്റെ ആത്മാവ് വീണ്ടും ജനിപ്പാൻ ഇടയായി തീർന്നു, ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ ഇടയായി, ഞാൻ ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നു എന്നുള്ള സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ അത് വിലയേറിയതാണ്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് പറഞ്ഞു തീരാത്ത ദാനം എന്നാണ് പറയുന്നത്. പറഞ്ഞു തീരാത്ത ദാനമാണ് അവ എന്ന് മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയുക എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ ലോകത്തിന്റേതല്ല, ജഡികമായി ലഭിക്കുന്നതായ ഒന്നിലെയും സന്തോഷമല്ല നമുക്ക് വേണ്ടത്. കർത്താവിലുള്ള സന്തോഷമാണ് നാം പ്രാപിക്കുവാനായിട്ട് ഇടയാകുന്നത്. 37-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അപ്പോൾ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകും. അപ്പോ സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം: യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അപ്പോ ഇന്നത്തെ കാലത്ത് മാത്രമല്ല, പഴയ നിയമ ഭക്തന്മാർക്ക് അപ്രകാരം ദൈവത്തിൽ സന്തോഷിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അപ്പോൾ നിനക്ക് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ നൽകും. അല്ലെ, ഞാൻ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ബുദ്ധമതത്തിൽ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ ദുഃഖിക്കാൻ കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്, അതുകൊണ്ട് ആഗ്രഹങ്ങളെ നിങ്ങൾ ഇല്ലാതാക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്ന കാര്യം നിങ്ങളുടെ ആഗ്രഹത്തെ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കർത്താവിൽ തന്നെ എന്ത് ചെയ്യണം? സന്തോഷിക്കുവാനായിട്ടിടയായി. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അപ്പോൾ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നൽകി തരും. അപ്പൊ 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് കഴിയണം. 5-ാമത്തെ ഭാഗം റോമാലേഖനം 16:13 കർത്താവിൽ പ്രസിദ്ധരായി തീർന്ന റൂഫസിനെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും. കർത്താവിൽ പ്രസിദ്ധരാകുക എന്ന് പറഞ്ഞാൽ സൂത്രം ഉപയോഗിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒക്കെ വെട്ടിമാറ്റി അങ്ങനെ പോകുന്ന നിലയിലുള്ള പ്രസിദ്ധരായി തീരുക എന്നുള്ളതല്ല. സുവിശേഷം അറിയിച്ചതിനോടുള്ള ബന്ധത്തിൽ, സുവിശേഷം പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ഓടുകയും അധ്വാനിക്കുകയും ചെലവിടുകയും ചെയ്ത് അങ്ങനെ പ്രസിദ്ധരായി തീരുവാനായിട്ട് അനേകരോട് അനേക ഇടങ്ങളിൽ സുവിശേഷം വിളിച്ചു പറയുക, വിശ്വസിക്കുക, അനേകരെ ഈ സത്യത്തിലേക്ക് നടത്തുക. അതിലുപോലെ തന്നെ ചില സഭകൾ ഇല്ലാത്തിടത്ത് സഭകൾ തുടങ്ങുക. ഇങ്ങനെ ഇപ്രകാരം നന്നായി അധ്വാനിക്കുന്ന അനുഭവത്തിൽ അവിടെ പറയുന്നത് കർത്താവിൽ പ്രസിദ്ധരായി തീരുവാൻ റൂഫോസിനെ കഴിയുവാനായിട്ട് ഇടയായി തീർന്നത് പോലെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹമുണ്ട്. നമുക്ക് അപ്രകാരം കർത്താവിൽ പ്രസിദ്ധരായി തീരുവാൻ തക്കവണ്ണം സുവിശേഷത്തിന് വേണ്ടി ശക്തമായി ഓടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത് ഈ ലോകത്തെക്കാളും വിലയുള്ളതാണ് എന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ഓടുവാൻ, അതുപോലെ തന്നെ നന്മകളെ, സമ്പത്തിനെ, ആരോഗ്യത്തെ ഒക്കെ ചെലവാക്കുവാൻ ഇടയായി തീരട്ടെ. അത് കർത്താവിൽ നമ്മെ പ്രസിദ്ധരാക്കി തീർക്കുവാനിടയാകും. ഇവിടെ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 13-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന അവസാനത്തെ പോയിന്റാണ് ഞാൻ പറയുന്നത്. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ കർത്താവിൽ മരിക്കുവാൻ, കർത്താവിൽ വിശ്വസിക്കുന്നവർ ദൈവജനപ്രകാരം ജീവിച്ചാൽ കർത്താവിൽ മരിക്കുവാനായിട്ട് ഇടയായിത്തീരും.
നമുക്കറിയാം ബൈബിൾ മനുഷ്യരുടെ മരണത്തെക്കുറിച്ച് പല നിലകളിലാണ് ചിന്തിക്കുന്നത്. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ നോഹ രക്ഷപ്പെട്ടതിന് ശേഷം സകല മനുഷ്യർ ചത്തുപോയി എന്നാണ് പറയുന്നത്. മൃഗങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ ആത്മാവ് രക്ഷിക്കപ്പെടാത്ത അനുഭവത്തിലൊക്കെ അങ്ങനെ പറയുന്നതായ ഒരു പ്രത്യേക രീതി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തേത് എല്ലാവരും മരിച്ചുപോയി എന്ന് പറയുവാനായിട്ട് ഇടയാകും. തെസലോനിക്ക ലേഖനത്തിൽ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ് നിദ്ര പ്രാപിച്ചു എന്നാണ് പറയുന്നത്. നിദ്ര എന്ന് പറയുന്ന ഉറക്കമാണ്. ദൈവമക്കളായി സുവിശേഷം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരുടെ മരണത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന നിദ്ര എന്നാണ്. അപ്പോൾ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തെസലോനിക്ക ലേഖനം 4-ാം അധ്യായം നമുക്ക് നാം പറഞ്ഞു വരുവാൻ ഇടയായി തീർന്നത്. കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 1 തെസലോനിക്ക 4:13 പറയുന്നത് നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അപ്പം ദൈവമക്കളായിരിക്കുന്ന സുവിശേഷം അനുസരിക്കുന്ന കർത്താവിൽ വിശ്വസിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുന്നവർ ആമേ ക്രിസ്തുവിൽ മരിക്കുവാനായിട്ട് ഇടയാകും. അവരെ കുറിച്ച് പറഞ്ഞ് കർത്താവിൽ നിദ്ര പ്രാപിക്കുക എന്നാണ്. അവരെ ഇന്നുറങ്ങി നാളെ എഴുന്നേൽക്കുന്നത് പോലെ ആമേ അവർ എഴുന്നേൽക്കുവാനായിട്ട് ഇടയാകും. അത് 17-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ 1 തെസലോനിക്ക 4:16 പറയുന്ന കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ കർത്താവിൽ വിശ്വസിക്കുക. കർത്താവിൽ വിശ്വസിച്ചവർ ദൈവത്തിന്റെ വചനം നമ്മൾ ആദ്യം വായിക്കുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവർ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാകണം. വചനപ്രകാരം ജീവിക്കുവാനിടയാകണം. പാരമ്പര്യമായ നിലകളിൽ ചെയ്തു വന്നിരുന്നതായ നിലകളിലല്ല. അവ സുവിശേഷം അനുസരിച്ചിട്ടാണ് നമുക്ക് ന്യായവിധിയുള്ളത്. അപ്പോൾ സുവിശേഷം അനുസരിക്കുന്നവർ, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. പാരമ്പര്യമായി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ നിലനിൽക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവചന പ്രകാരം ജീവിച്ചാൽ അവർക്ക് ക്രിസ്തുവിൽ മരിക്കുവാൻ നിദ്ര പ്രാപിക്കുവാനായിട്ട് കഴിയും. അവർ നമുക്കറിയാം യാതനാ സ്ഥലത്തല്ല അവർ വിശ്രമത്തിലാണ് നിദ്ര പ്രാപിച്ചിരിക്കുക. യാതനാ സ്ഥലത്ത് കിടക്കുന്നത് നമുക്കറിയാം. ധനവാന്റെ ലാസറിന്റെ ഭൂമിയിലെ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ധനവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവൻ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവൻ വിശ്രമത്തിലല്ല, നിദ്രയിലല്ല. എന്നാൽ ലാസറിനെ കുറിച്ച് നമുക്ക് അപ്രകാരം കാണുവാനായിട്ട് കഴിയില്ല. ലാസർ ആമേ ഇതൊന്നും അറിയാതെ നിൽക്കുമ്പോൾ വിശ്രമത്തിൽ ദൈവവചന പ്രകാരം പറയുന്നത് അവർ നിദ്ര പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വിശ്രമത്തിലാണ്. എന്നാൽ ധനവാനെ കുറിച്ച് പറയുന്നത് അവർ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം നിദ്ര പ്രാപിക്കുക, കർത്താവിൽ നിദ്ര പ്രാപിക്കാൻ, അതിനെ ദൈവവചന പ്രകാരം ജീവിക്കുവാനിടയാകണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ കർത്താവ് ദൈവമെന്നും അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അവനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ദൈവമെന്ന് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശു എന്റെ ഹൃദയത്തിൽ വരണമെന്ന് വിശ്വസിച്ച് പറയുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകണം. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയാകും. അങ്ങനെ വീട് ജനിച്ച് ആ ജീവൻ നിത്യജീവനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയുന്നതാണ്. അപ്രകാരം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവവചന പ്രകാരം ജീവിക്കുവാനും ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുവാൻ കർത്താവിൽ മരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരും അങ്ങനെ ഭാഗ്യവാന്മാരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.